നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കുകയാണ്. 2 നിയമസഭാ സീറ്റുകളിലെ ഒഴിവ് 6 മാസത്തിനകം നികത്തേണ്ടതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഉടനുണ്ടാകും. BJP ശക്തി കേന്ദ്രമായ പാലക്കാടും തൃശൂരിലെ ചേലക്കരയിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. വടകരയിൽ നിന്നും പാർലമെന്റിലെത്തിയ ഷാഫി പറമ്പിലിന്റെ ഒഴിവിലേക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ച കെ രാധാകൃഷ്ണന്റെ മണ്ഡലമാണ് ചേലക്കര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഇ ശ്രീധരനെ പരാജയപ്പെടുത്തിയാണ് ഷാഫി പാലക്കാട് ജയിച്ചത്. 3859 വോട്ടുകൾക്കായിരുന്നു ഷാഫിയുടെ വിജയം. അതുകൊണ്ട് തന്നെ ഇത്തവണ കടുത്ത പോരാട്ടമായിരിക്കും ഇവിടെ നടക്കുകയെന്ന് ഉറപ്പ്. വടകരയിൽ ഷാഫി സ്ഥാനാർത്ഥിയായതു മുതൽ മണ്ഡലം BJPക്ക് നൽകാനുള്ള നീക്കമാണിതെന്ന് CPM ആരോപിച്ചിരുന്നു. VD ബൽറാം ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തുകയെന്ന് അഭ്യൂഹമുണ്ട്. തൃത്താലയിൽ പരാജയപ്പെട്ട ബൽറാം പാലക്കാടിന് ലഭിക്കാവുന്ന മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും. മാത്രമല്ല, ഷാഫിക്ക് പകരം നിയമസഭയിൽ യുവ നേതാവിനെ എത്തിക്കേണ്ടത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനമാണ്. നേരത്തെ 2 തവണ ബൽറാം നിയമസഭയിൽ എത്തിയിരുന്നു. ഏത് തിരഞ്ഞെടുപ്പായാലും BJP വോട്ടുകൾ കുത്തനെ വർദ്ധിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെയാണ് BJP പരിഗണിക്കുന്നത്. 3ാം സ്ഥാനത്ത് ഒതുങ്ങിയിരുന്ന പാലക്കാട് BJPക്ക് കരുത്തുള്ള മണ്ഡലമായി മാറ്റിയത് 2016-ൽ ശോഭയുടെ വരവോടുകൂടിയാണ്. 2011-ൽ 22,000-ൽ പരം വോട്ടുകൾ ഉണ്ടായിരുന്ന BJPയെ 40,000-ന് മുകളിൽ എത്തിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലും 1.5 ലക്ഷത്തോളം വോട്ടുകൾ ഉയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു. ഏത് സീറ്റിലും വോട്ട് നേടാൻ കഴിവുള്ള ശോഭയ്ക്ക് പാലക്കാട് ജയിക്കാൻ സാധിക്കുമെന്നാണ് BJP അണികളുടെ പ്രതീക്ഷ. ശോഭയും ബൽറാമും പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാകും നടക്കുക. CPMന് വലിയ പ്രതീക്ഷ ഇല്ലാതായി കഴിഞ്ഞ പാലക്കാട് ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി ക്രോസ് വോട്ടിംഗ് നടത്താൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPയെ തോൽപ്പിക്കാൻ ഈ മണ്ഡലത്തിൽ CPM ക്രോസ് വോട്ടിംഗ് നടത്തിയതായി ആരോപണം ശക്തമാണ്. എന്നാൽ ഷാഫി പാലക്കാടിനെ കൈവിട്ട് വടകരയിൽ എത്തിയതോടെ CPM പരമാവധി വോട്ടുകൾ നേടാനാകും ശ്രമിക്കുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.